ഹലോ, നിങ്ങൾക്ക് ചിക്കൻ കറികൾ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കാണണേ. അപ്പൊ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 പച്ചമുളക്, ഒരു വലിയ തക്കാളി, അത് 4ആയിട്ട് കഷ്ണങ്ങളാക്കിയത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കണം. അതിനുശേഷം നമുക്ക് അത് മുങ്ങിക്കിടക്കണ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാളയും കൂടി അരിഞ്ഞിടണം. ഒരു വലിയ സവാള 4-5 കഷ്ണങ്ങളാക്കിയതും കൂടി അരിഞ്ഞിട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 3 മിനിറ്റ് നമുക്കിത് വേവിക്കാൻ എടുക്കാം. 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുമ്പോൾ ടൊമാറ്റോന്റെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിന്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയിൽ ഇട്ടിട്ടോ അതോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ടോ നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് നോർമൽ ചിക്കനും എടുക്കാം, പക്ഷെ ചെറിയ പീസാക്കി എടുക്കണം മാത്രം. ചിക്കന്റെ ഒപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കന്റെ കളറ് മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഏകദേശം കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് അരച്ച് വെച്ച ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ പേസ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, ചെറിയ ജീരകം അതായത് ക്യൂമിൻ സീഡ്സ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലകളെല്ലാം മിക്സ് ആയതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ ഗ്രേവി ഒന്ന് തിക്കാവണം. തിക്കാവണ വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്തത്. ഗ്രേവി ഏകദേശം തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. തൈര് ആഡ് ചെയ്തതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീമും തൈരും ആഡ് ചെയ്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഫ്രഷ് ക്രീമിന്റെയും തൈരിന്റെയും ഓയില് ഈ ഗ്രേവിയുടെ മുകളിലേക്ക് വരണ വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ആഡ് ചെയ്യാം. കസൂരി മേത്തി ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
നമുക്ക് ഈ കറീനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പിടി മല്ലിയിലയാണ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ ധാബ സ്റ്റൈല് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയൂട്ടോ. നല്ല ടേസ്റ്റ് ആണ്. റൊട്ടിക്കും നാനിനും ഭട്ടൂരയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും കഴിച്ചു നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് അഭിപ്രായം പറയാ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെയ്ക്കും ബൈ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.